കേട്ടോ 4 എന്ന് പറഞ്ഞ് അവസാനം എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴും. അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് കേട്ടിരിക്കണത്? വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും. അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത്. അപ്പോസ്തലന്മാർ ഒരാൾ പറയും, പോള് പറയും, വിശ്വാസം പറയുമ്പോൾ പോള് പറയും വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അത് ഹെബ്രായർ 11:1 പറയും. എന്താണ് വിശ്വാസം? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മെറ്റീരിയൽ ഫെയ്ത്താണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ല ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത്. തെറ്റല്ലത്. പ്രത്യാശ ഇപ്പോൾ ഉടമ്പടി എബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നത് എന്ന് പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ 7 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുന്നത്. എന്താ കാര്യം? എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും? മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഉറക്കമാണ്. ഉടമ്പടിയിൽ ഉറക്കമുണ്ട്. അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 25:5. മണവാളൻ വരാൻ വൈകി എന്ന് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ എത്രയാണ്? മത്തായി എത്രയാണ്? 25:5. അതിൽ മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ ഇരുന്നുറങ്ങിയെന്നേ ഇപ്പം കിടന്നു പോയി. പാവത്തങ്ങൾ തലയോട് പോലില്ലാതെ വായും പിടിച്ച് കുറുക്കം പിടിച്ച് ആയി ഉറങ്ങി. എന്താ കാര്യം? മണവാളം വന്നില്ല, വേറെ ഒരാൾ വരും. ആരാണത്? ഉറക്കം. അതാണ് സംഭവം. അതല്ലേ ബൈബിൾ എന്ത് കറക്റ്റാണ്. 25:5 മണവാളം വന്നില്ല, പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും. അതാരാണ്? ഉറക്കം. ശൈത്യം, ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി. ആദ്യം 5:30 എഴുന്നേക്കും, പിന്നെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ 7 മണിക്ക് എഴുന്നേക്കും. ഇപ്പം ചെടുത്തി ഉറക്കമായി. കാര്യം എന്താണ്? മണവാളം വരാൻ വൈകി. അപ്പം ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ. എല്ലാ വിഷയത്തിനുമല്ല, ചില വിഷയങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ 6 വിഷയം വെച്ചില്ലേ? 6 വിഷയം എന്താ വെക്കാൻ കാര്യം? 6 കൽഭരണി ഉള്ളത് കൊണ്ട് ഉടമ്പടി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് 6 എന്ന് പറഞ്ഞ്. കാര്യം എന്താണ്? 6 കൊല്ലം കൊണ്ട് 6 ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ദിവസങ്ങളാണ് 6. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 6 എന്നാണ്. അതാണ് 6 കൽഭരണി. ഒന്നുമില്ലായ്മ എന്ന് 6 കൽഭരണി. അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം. ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യത്തെ കാലമാണ്, 6ാമത്തെ ദിവസം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയും? ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ. ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. എന്താണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നു. അപ്പോൾ ഒരു രൂപവുമില്ല, ഒരു ഭാവവുമില്ല. ഭൂമി പിന്നെ എന്താണ്? ശുദ്ധശൂന്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? ആഴത്തിൻ്റെ മീതെ, അന്ധകാരത്തിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു. അപ്പോൾ അതുണ്ട, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത്. പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോകുന്നതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവ്വ ചെയ്തതിന് പകരം
മറ്റൊരു ഹവ്വായെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 1:1-2. ആ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ വെളിച്ചമുണ്ടാകണ മുമ്പ് ആദ്യം പറഞ്ഞത് ആരാണ്? ആത്മാവാണ് വരണത്. അപ്പോൾ രൂപരഹിതം, ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ്. കാര്യം, എങ്ങനെ മകളെ കെട്ടിക്കും? നമുക്കൊരു രൂപമില്ല. എങ്ങനെയാണ് ഈ 10-45 കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കണത്? നമുക്കൊരു രൂപമില്ല. അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം. കണ്ടിട്ടില്ല? നീ കണ്ടിട്ടില്ലേ ആൾക്കാരെ? ചിലത് സീരിയസ് കേൾക്കും, വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും. ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും. ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെങ്കിലും കണ്ട് ഞാനിത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും. എന്താ കാര്യം? എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും. കാര്യം, ഇവർക്ക് രൂപമില്ല, അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയത്തില്ല. അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് അവർക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന് ഉന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർക്കതിനുള്ള ത്രാണിയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത്. കാര്യം എന്താ? ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല, അമ്മയുടെ ഫയലിലേക്ക് അത് മാറ്റും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയൊന്നുമില്ല, ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഉറപ്പെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് എൻ്റെ ഉറപ്പ്. കാര്യം, ഈ പാവപ്പെട്ട മനുഷ്യന് കാണാവുന്ന രീതിയിൽ 2004 അമ്മ സമയഘടികാലം നീതി ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് പോലെ ഉണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി പിടിച്ചൊരാളാണെല്ലാന്ന് ചിന്ത. അഹങ്കാരമൊന്നുമില്ല. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു യോഗ്യത തന്നു എന്നല്ലേ നന്ദി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മദർ തെരേസയും ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണിത് പ്രത്യക്ഷപ്പെടേണ്ടത്. അവരൊന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു 2004 രണ്ടുപേരും. കാര്യം, അവരൊക്കെ ഞാൻ അവരൊക്കെ കണ്ടാണ് വളർന്നത്. എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജോൺ പോൾ ആണ് ഈ കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും, അതായത് 20-ാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 21-ാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ്. ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട്. അതെച്ചാൽ ഗലീലിയ കടലൊക്കെ ഇങ്ങനെ, ഗലീലിയ അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രമ്പിത്തി ഇങ്ങനെ പോലെ കര വിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജനപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും, ബിക്കാം ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ അടങ്ങാൻ പറയും. എന്താ കാര്യം? നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും. ആ അധികാരമെന്ന് പറയണത് വല്ലാത്തൊരു അധികാരമാണ്. ഞാൻ ആ 78 മുതൽ അതൊക്കെ കണ്ടാണ് വളർന്നത്. ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത്. അന്ന് മുതൽ ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും. അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു, അല്ലാതെ ഒരു അക്സസറി അല്ല. ഞാനും പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജപമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ്. അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരേ ബെല്ല് പിടിപ്പിക്കുക, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ, കുറേ സാധനം വെച്ച് പിടിപ്പിക്കുമല്ല, നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അതൊന്നും കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെ ചിലർക്ക് ജപമാല ആക്സസറിയാണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ച് പിടിപ്പിക്കേണ്ട സംഭവമാണ്. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത തപ്പി നോക്കും, കൊന്ത എന്ത് നോക്കി തപ്പി നടക്കും, കണ്ണ് ഇരുട്ടത്ത് തപ്പി നടക്കണില്ലേ. അക്സസറി എന്ന് പറയും. അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും.
മദർ തെരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മദർ തെരേസ. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ്. 2 കൊന്തയാണ് അവർക്ക്. ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം, വലിയ ഉണ്ടമണിക്കൊന്ത, കണ്ടാൽ പേടിച്ചു പോകും. അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രവഹിച്ചു കൊണ്ടിരിക്കും. അവർ എന്താണ് എപ്പോഴും പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം മദർ തെരേസയുടെ കബറിടത്തിൽ പോയി 1 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് കൽക്കട്ടയിൽ. കാര്യം ഞാൻ നേരിട്ട് അന്ന് കണ്ട മദർ തെരേസ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഇന്ന് അവരൊരു വിശുദ്ധയാണ്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവിടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത്. അവിടെ 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. കാര്യം എന്താ, അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞു കിടക്കുന്ന ജപമാലയും പിന്നെ അരക്കെട്ടിൽ നിന്ന് താത്തിയിട്ടിരിക്കുന്ന ജപമാലയുണ്ട്, കെട്ടിത്തൂതി. അത് നമ്മുടെ കാലേ വന്ന് മുട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 4.5 അടി പൊക്കമേ ഉള്ളൂ. അത് കാരണം ജപമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജപമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു. ഇവർ വലിയ നമ്മുടെ ഒരു ഭാഗമുള്ള ജപമാലയാണ് കെട്ടിയിട്ടുള്ളത്. അത് അരക്കെട്ടിൽ നിന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അത് അവർക്ക് അവയവമാണ് ജപമാല. ജോൺ പോളിനും ജപമാല അവയവമാണ്. കാര്യം അതൊരു AK-47 പോലെ സംഭവമാണ്. എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ പിശാച് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജപമാല എടുത്ത് ഷൂട്ട് ചെയ്യും. കമാൻഡൊന്നും പറയണ്ടാരും, നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. കാര്യം എന്താ, ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. ഇതെല്ലാം TMD അടിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 എണ്ണ പറഞ്ഞൊരു ചെല്ലണ മുമ്പ് അത് മുഴുവൻ 6 വചനം 12 വചനങ്ങളാണ് പോണത്. 12 ഉണ്ടിനെ ഒറ്റയടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിൽ. അത് പടപടാന്ന് പൊട്ടും. അതെന്ന് പറയണത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജപമാല പൊട്ടണത്. അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും, ചിലപ്പോൾ 1ഉം 2ഉം ഉണ്ടാകും. അത് അവയവമാണ്, അക്സസറി അല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്തുങ്കൽ സംസാരിച്ചായിരുന്നു. നിങ്ങൾ കർണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജപമാല ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികളും സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതിനെ ചില അണ്ണന്മാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് വാസ് മൈ പോയിൻറ്റ്. അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കർണക്കൊന്ത എടുത്തു. കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റിദ്ധാരണ പരത്തിയതാണ്. കരുണയുടെ പ്രാർത്ഥനയാണത്. അത് കൊന്തയെന്ന് വിളിക്കേണ്ട കാര്യം എന്ത്? അത് എണ്ണ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു, ഇതും കൊന്തയല്ലേ, എന്നാൽ പിന്നെ ജപമാല വേണ്ടല്ലോ, ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജപമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം. നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത്. ആർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്. കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തയുടെ ഒരു പാഷൻ പ്രാർത്ഥനയാണ്. കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ്. ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി. അപ്പം അത് സഭയുടെ മജിസ്റ്റേരിയമാണ്. അതിൽ തന്നെ ബലമുള്ളതാണ്, തെറ്റില്ല. പക്ഷേ യു ഷുഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി റോസറി. അതിന് പകരം പരിശുദ്ധ ജപമാലയ്ക്ക് പകരം നിങ്ങൾ കർണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ്. കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ്. ജപമാലയുടേത് ഹിസ്റ്റോറിക്കലി പ്രൂവനാണ്. കർണക്കൊന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒത്തിരി ആൾക്കാർ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത്. നമ്മളത്
അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട്. പക്ഷേ ജപമാല ഓൾറെഡി പ്രൂവണാണത്. അത് യുദ്ധങ്ങൾ ജയിച്ചതാണ്, രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ്. വ്യക്തി ജീവിതത്തിൽ ജോൺ പോളിനെയും മദർ തെരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി, മിഷൻ ഐതിഹാസികമായ അപ്പോസ്തലിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജപമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, പക്ഷേ അതിന് ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും. അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല. ഞാൻ പറയാനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആത്മീയ ആയുധമായി ജപമാലയെ സ്വീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് പ്രെയർ. ഇപ്പോൾ കർത്താവ് വെളിപാട് നൽകിക്കൊണ്ടിരിക്കുന്ന 2 സബ്ജക്റ്റിനാണ്. എന്താണ്? പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയെ പവർഫുള്ളാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ്. നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും. കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി. 10 പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചോ. മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത്, മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത്, അപ്പനമ്മമാരുടെ വിശ്വാസം അതൊന്നായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം. സോ യു ഹാവ് ഫെയ്ത്ത്. ഇപ്പം നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ട്. പക്ഷേ ദൈവ തിരുസന്നിധി ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം. കാര്യം അതിൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും. കാര്യം ക്രിസ്തുവിനെ പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത്. ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ടെസ്റ്റ് എന്ന ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷയ്ക്ക് എടുത്തത്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രൻ തമ്പുരാന് പോലും ടെസ്റ്റിന് അതീതമല്ല, അധീനമാണ്. അപ്പം അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും. ഒരു പരീക്ഷ നമുക്കുണ്ടാവും. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണ്? പ്രാർത്ഥിക്കാത്തവനൊക്കെ നിങ്ങളെക്കാൾ ഭൗതികമായ പുരോഗതി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്നും കുന്നും പലതരത്തിലും അവരെക്കാൾ പുറകിലാകുകയും ചെയ്യുമ്പോൾ ടെസ്റ്റായില്ലേ? അതല്ലേ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയണത്. പ്രാർത്ഥിക്കാത്തവരെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തുകയും അവർ ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവത്തെ അംഗീകരിക്കണത് തന്നെ അവരുടെ ബുദ്ധിക്ക് പോരായ്മയായിട്ട് കരുതണേ. പക്ഷേ നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഭൗതിക പുരോഗതി നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ താഴ്ന്നു വരുമ്പോൾ ടെസ്റ്റായില്ലേ അത്? അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കാത്തവനൊക്കെ പണ്ട് മുഹമ്മദ് ഗോറിയ അയാളുടെ ഒരു നിയമമുണ്ടല്ലോ. എന്താണ്? ഒരു ടാക്സ് നിയമമില്ലേ? ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറി അയാളെന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാം 5 പവൻ ടാക്സ് നികുതി തരണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ വിളംബരമാണ്. ഈ രാജ്യത്തെ കുതിര ഉള്ളവരെല്ലാം 5 പവൻ ടാക്സ് തരണം, നികുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ സന്തോഷമായി. എന്താണ്? നമുക്ക് കുതിരയില്ലല്ല, കുതിര ഉള്ളവൻ കൊടുത്താൽ മതിയല്ല. കുതിരപ്പുറത്ത് കയറി നടക്കണം, കൊടുക്കണം. പക്ഷേ ഈ മനുഷ്യൻ പിറ്റേ ആഴ്ച പറയണേ കുതിരയില്ലാത്തവരും അതുപോലെ തരണമെന്ന്. എങ്ങനെയുണ്ട് പരിപാടി? ഈ രാജ്യത്ത് കുതിര ഉള്ളവനൊക്കെ 5 പവൻ നികുതി തരണം. അടുത്ത ആഴ്ച പുള്ളി പറയാണ് അതുപോലെ ഈ രാജ്യത്ത് കുതിരയില്ലാത്തവനും 5 പവൻ നികുതി തരണം. തെണ്ടിയില്ലേ? ഇതുപോലെ പല ആൾക്കാരും പ്രാർത്ഥിച്ച ആൾക്കാർക്കും PSC ജയിച്ച്, അതേസമയത്ത് പ്രാർത്ഥിക്കാത്തവൻ PSC ജയിച്ച്, പ്രാർത്ഥിക്കുന്നവൻ PSC തോറ്റ്. അപ്പോൾ ഇതെങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ടെസ്റ്റ് തുടങ്ങണത്.
ചില പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. അവരെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവിടെ വെച്ച്. എടാ വിശ്വസിക്കാതെ വെറുതെ ചുമ്മാ ചീട്ടും കളിച്ച് വെള്ളമോടിച്ച് കിടന്നവനൊക്കെ കയറിപ്പോയി. നമ്മളിപ്പോൾ ദൈവമേന്ന് വിളിച്ച് നടക്കണം, നമ്മുടെ ഗതി ഇത് തന്നെ. പിന്നെ ഇതെന്താ ഇതുണ്ട് ഇതിൻ്റെ കഥ ഒന്നും ഇല്ലടി. ഇത് അച്ഛന്മാരെ വയറ്റി പഠിപ്പിട്ട് ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്ന ഓരോ കഥകളിയല്ലേ. വീട്ടിലെ കുറേ ഡയലോഗ് കേട്ടപ്പോൾ നമ്മൾ ശരിക്കും ഫ്ലാറ്റായി. ദൈവം അതാ ഉദ്ദേശം. നിന്നെ ആരാ ഫ്ലാറ്റാക്കിയത്? പിശാചൊന്നുമില്ല, ദൈവമാണ് ഫ്ലാറ്റാക്കിയത്. നമ്മളീ പ്രലോഭനം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർക്കും പിശാച് ഒന്ന് ചെയ്യണമാണെന്ന്. അല്ല, കർത്താവിനെ പ്രലോഭിപ്പിച്ച് പ്രലോഭനത്തിൽ വിട്ടത് പിശാചാണോ? അല്ല, പിതാവായ ദൈവം അറിഞ്ഞിട്ടല്ലേ ആ പ്രലോഭനം നടന്നത്, അല്ലേ? അപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഹവ്വായോട് എന്താ സംഭവിച്ചിരിക്കണത്? ഹവ്വായുടെ പിശാചിൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോവുകയാണ്. പിശാച് വന്നിട്ടുണ്ട്, അവന് നിന്നോട് എന്താ സംസാരിക്കാനുണ്ട്, നീ മരത്തിൻ്റെ താഴെ പോയി അവളോട് രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വരാൻ പറയും. ഡയലോഗൊന്നും പറഞ്ഞ പിശാചിനെ വിട്ടത് ആരാണ്? പിശാച് വന്ന് ദൈവം അനുവദിക്കാതെ വല്ല പിശാചിന് നമ്മുടെ അടുത്ത് വരാൻ, ഒരു വിശ്വാസത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ജോബിൻ്റെ കഥ നോക്കിയാൽ മതി. ജോബിൻ്റെ കഥ എന്താ പറയണത്? ജോബ് പിശാചിൻ്റെ അടുത്ത് തലയിലും കെട്ടി വന്ന് എന്നിട്ട് പറയണത്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ ഭൂമിയിൽ പോയല്ലേ? ആ, ഞാൻ ഭൂമിയിൽ പോയി. എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടോ? അപ്പോൾ പിശാച് തലയാട്ടി, ഞാൻ കണ്ട്. എന്താണ്? അവനെപ്പോലെ നീതിമാനായിട്ട് ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ഒരു അഭിമാനമാണ് ജോബ്. അപ്പോഴേ പിശാച് അടുത്ത തുറുപ്പ് വിട്ടേ പറഞ്ഞത്, അവനെന്താ കുഴപ്പം? അവന് ഒത്തിരി ഒട്ടകങ്ങളുണ്ട്, ഒത്തിരി പാടശേഖരങ്ങളുണ്ട്, അവന് ഒത്തിരി കന്നുകാലികളുണ്ട്, വേലക്കാരുണ്ട്, മക്കളുണ്ട്. നീ ദൈവം എല്ലാം അവന് കൊടുത്തില്ലേ, പിന്നെ അവൻ നിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താ ഇത്രയ്ക്ക് വീമ്പ് പറയാനിരിക്കണതെന്ന് ചോദിച്ചു. നീ പറഞ്ഞിട്ട് അവൻ്റെ വസ്തുവിന് ചുറ്റും വേലിയും കെട്ടി വെച്ച് നീ അവനെ സംരക്ഷിക്കുകയാണ്. പിന്നെ അവന് നീതിമാനായിട്ട് ജീവിക്കുന്നതിന് എന്നാ കുഴപ്പം, എന്നാ മുടക്കെന്ന് ചോദിക്കും. പിശാച് ദൈവത്തോട് ചോദിക്കും. എന്നിട്ട് പറയും, നീ അവൻ്റെ വേലിയൊന്ന് പൊളിക്കാൻ നീ എന്നെ അനുവദിക്കുമെന്ന് ചോദിക്കും. എന്നാൽ ഇപ്പം നിന്നെ തള്ളിപ്പറയുമെന്ന് പറയും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ് 1:9-10. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അടുത്ത വചനം വായിച്ചത്. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് കാണാം. അപ്പൊ അവൻ മാത്രമല്ല, നമ്മളൊക്കെ ദുഷിക്കും. പണി കിട്ടിക്കഴിഞ്ഞാലേ പ്രാർത്ഥന എപ്പോൾ തീർന്നെന്ന് തോന്നിച്ചാൽ മതി. നമുക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകത്തില്ല. ഭൂമി രൂപരഹിതമായി കഴിഞ്ഞാൽ, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞാൽ, ഭാവി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതിരുന്നാൽ നമുക്ക് പിന്നെ എന്താണ്? നമ്മൾക്ക് ഈ അന്ധനെ കൈപിടിച്ച് നടത്തുന്ന ഒരാളുണ്ട്, അതാണ് ആത്മാവ്. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? ഉടനെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എന്താ ചെയ്യും? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പറയും, നീ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട ആത്മാവിനെ നീ തിരിച്ചു പിടിക്കണം. അതിനെന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. ആര് യേശുനാമത്തിൽ പശ്ചാത്തപിച്ചാലും ആത്മാവിനെ കിട്ടും. ബൈബിളിൻ്റെ ഘടന അതാണ്. ആരാണ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമ്മൾ മരിക്കുന്നതിന് പകരം അവൻ നമ്മുടെ പരിഹാര ബലിയായി മരിച്ചു, അതിനാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ എൻ്റെ കർത്താവാണെന്ന് ആര് പറഞ്ഞാലും, കർത്താവേ നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി, അതുകൊണ്ട് നിൻ്റെ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്താൻ വേണ്ടി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുമെന്ന് പറയാം. അതാ പൗലോസ് പറയണത്. വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറയും, റിപ്പന്റ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞു,
റിപ്പൻ, നിങ്ങൾ പശ്ചാത്തപിക്കുക. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 2:37-38. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് സുന്ദരമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചാത്താപം കൊണ്ട് നഷ്ടപ്പെട്ട ആത്മാവിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പശ്ചാത്താപം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വരെ കിട്ടാത്ത ആത്മാവിനെ പുതുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. എന്താണ്? പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഉള്ളി, കർത്താവിൻ്റെ നാമത്തിലായിരിക്കണം. കാര്യം എന്താണ്? പാപത്തിന് കടം വീട്ടിയത് അവൻ്റെ ജീവനും മരണവുമാണ്. പാപത്തിന്, നിൻ്റെ പാപത്തിന് നിനക്ക് പകരക്കാരനായി പരിഹാരം ചെയ്ത് അവരാണെങ്കിൽ അവൻ്റെ പരിഹാരം ഞാൻ അംഗീകരിച്ചുകൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ അവന് രക്ഷകനായി മാറുമെന്ന്. കർത്താവേ, നീ പാപത്തെ ഏറ്റെടുത്തു, എൻ്റെ പാപത്തെയും ലോകം മുഴുവനുള്ള മനുഷ്യരുടെ മുഴുവൻ പാപത്തെയും കാലാകാലങ്ങൾ വരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കുരിശായി മുൾക്കിടമായി തിരുവിലായാലും മുറിവായി നീ നിൻ്റെ സ്വന്തം ശരീരത്തിലെ പഞ്ചക്ഷതങ്ങളായി ചാർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരണം എൻ്റെ നന്മയും എൻ്റെ പാപപരിഹാരമാണ് നീ. എൻ്റെ പാപപരിഹാരവും എൻ്റെ പരിഹാരത്തിനുള്ള എൻ്റെ പുനരുത്ഥാനവും മരണത്തെ ജയിച്ചു ഞാൻ നിന്നിലൂടെ ഞാൻ ജയിച്ചുകൊണ്ട് കർത്താവെ, അതുകൊണ്ട് തന്നെ ഞാൻ പാപത്തോട് വിടുതൽ പറയുന്നു. ഞാൻ പാപത്തോടുള്ള സഹിത്വം ഉപേക്ഷിക്കുന്നു. വൈ ഐ ഷുഡ് അബാൻഡൻ ദ സിൻ? എന്തുകൊണ്ട് ഞാൻ പാപം ഉപേക്ഷിക്കണം? കാരണം നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു സ്വന്തം ശരീരത്തിലെ പാപത്തിൻ്റെ പരിഹാരം കുരിശായി മുൾക്കിടമായി ഏറ്റുവാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ നീ സ്നേഹിക്കുമ്പോൾ ആ ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ മരണത്തിലേക്ക് നയിച്ച പാപത്തോട് എനിക്ക് സന്ധിയില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടെങ്കിൽ അപ്പോഴാത്മാവ് ചലിക്കും. വെള്ളത്തിന് മീതെ രൂപരഹിതമായ നിന്റെ ജീവിതത്തിന്റെ മുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചരിക്കും. ശ്രുതികട്ടെ. പാപ സാഹചര്യങ്ങളിൽ വിട്ടൊഴിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.